ലൂസി, എടി ലൂസി, നേരത്തെ ആയിട്ട് ചായ എടുക്കുന്ന സമയമായില്ലേ? എന്തോ പറയാൻ എന്റെ ഒരു തലവര. എടാ മകനെ ആ പത്രം ഇങ്ങോട്ട് എടുത്തേ. ഞാൻ കുറച്ച് നോക്കിയിരിക്കാമല്ലോ. എടി ലൂസിയെ, ചായ കുട്ടി എത്ര പ്രാവശ്യം വിളിക്കുന്നോടി? നിനക്കെന്തായാലും ഇത്ര ജോലി. നിനക്ക് പത്രം എടുക്കാൻ എന്റെ കയ്യിലോട്ട് തരുമല്ലോ. അമ്മച്ചി പത്രം, ഈ പത്രം എടുത്ത് അമ്മച്ചിക്ക് അങ്ങോട്ട് വായിക്കുന്നു. തയ്ക്കോ വാങ്ങോ എല്ലാം ഉഴപ്പോ. എന്ത് പറഞ്ഞടി? എനിക്ക് സൗകര്യമില്ല. പിന്നെ നീ ഇവിടെ എന്നെ മുമ്പിക്കൊണ്ട് വന്നത് എന്റെ കാര്യം നോക്കാൻ ഇവിടുത്തെ ജോലി ചെയ്യായിരുന്നു. എല്ലാം പിന്നെ മോനോട് വന്നത് വേലക്കാരെ എത്തിയാ പോയായിരുന്നു. എന്റെ ആവശ്യം ഉണ്ടോ ഇവിടെ? അതെ, നിനക്ക് ഞാനൊരു വേലക്കാരുടെ വില പോലും തന്നിട്ടില്ല. എന്റെ അമ്മച്ചി ഒന്ന് ആണെന്ന് വിളിക്കേ. എനിക്കൊരു 3 പണി കിടക്കും. ഞാൻ പോവാറുണ്ട്. ഓ ചെല്ല്, മഴ പറിക്കൂലേ അവിടെ? അമ്മേ, ചായ ഞാൻ പോട്ടെ. നിനക്ക് അകത്തോട്ട് ചായ എടുത്ത് കുടിക്കരുതോ? അമ്മച്ചിക്ക് അകത്തോട്ടല്ല ചായ എടുത്തിട്ടില്ലേ? ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളല്ലേ, എനിക്ക് ചായ ഇവിടെ കിട്ടണം. മോളെ, നീ പള്ളിയിൽ പോയില്ലയോ? അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ പോകാനോ? പള്ളിയിൽ പോയിട്ട് സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ. ഹലോ, അങ്ങനെ വരിക. അയ്യോ മോനെ, ചായ കുടിക്കാമെന്ന് പള്ളിയിൽ പോയി. ഏത് സമയത്ത് പോകണം തന്നെ? എവിടെ അവസാനിക്കും? അതിരിക്കട്ടെ, രാവിലെ ഇടിയപ്പം കൊണ്ടക്കറി ഉണ്ടാക്കട്ടെ. എന്തെങ്കിലും കൊണ്ടു ഉണ്ടാക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ നീ ഉണ്ടാക്കത്തുള്ളൂ. അമ്മച്ചിക്ക് ഇടിയപ്പം കൊണ്ടക്കറി ഇഷ്ടപ്പെട്ടിയോ? അതുകൊണ്ടല്ലേ അത് ഉണ്ടാക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടത്തിലല്ലോ ഒന്നും ഉണ്ടാക്കുന്നത്. ഓ സമ്മതിച്ചു, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാം. ഓ എന്തോ പറയാനായി, ഇവിടെ ഒരു സ്വസ്ഥതയെ തരത്തില്ല. എപ്പോഴും അങ്ങ് വഴക്കായതോട് ഞാൻ എന്തോ ചെയ്യാനാ? ഒരു ഇരിപ്പിരുന്ന അവിടെ എല്ലാം കൊണ്ട് കൊടുക്കണം. ഒരു പച്ചക്കറി പോലും ഒന്ന് അരിഞ്ഞു തരാൻ പറ്റത്തില്ല. എന്തോ കഷ്ടപ്പാടി എന്റേത്. എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ അമ്മയും കൂടെ എല്ലാ പണികളും ചെയ്യുന്നത്. അമ്മ ഞാനും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നത് അങ്ങനെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഓ അത് നിന്റെ ഒരു ഭാഗ്യം. എന്റെ തലവരെ ഇങ്ങനായി പോയി. അതെല്ലാം മാറും, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഇപ്പം വരും പള്ളിയിൽ പോയാ. അല്ല, നിങ്ങൾ എന്നും പണിയാൻ കഴിഞ്ഞില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇതിലെ വരാൻ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. എനിക്കൊന്നും വയ്യ. എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. ഇതൊക്കെ ആർക്കും ഇല്ലാത്തത്? നമ്മൾ അതേ പ്രായക്കാരല്ലേ? എനിക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകുന്നില്ലേ? ഞാൻ എല്ലാ ആഴ്ചകളിലും ലൂസി, നീ ഇന്നും പള്ളിയിൽ വരുന്നില്ലേ? അച്ഛന്മാർ നിങ്ങളെ എപ്പോഴും തരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത്. നിങ്ങളോട് എന്തിനാ കിടക്കുന്നത്? അച്ഛനോട് നീ ഇവിടെ അറിയത്തില്ലേ? അറിയില്ലേ? ഓ ഞാനൊന്നും വരുന്നില്ല. 6 ദിവസം ജോലിക്ക് പോകണം. ഞായറാഴ്ച ഒരു ഫ്രീ കിട്ടുന്ന ഈ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്. ഞാനും നിന്നോട് ജോലിക്ക് പോകുന്നതല്ലേ എന്നും പറഞ്ഞ് ഞാൻ ആരാധനയൊന്നും മുടക്കാറില്ല. എന്നും 9 മണിയാകുമ്പോൾ മുമ്പ് കഴിഞ്ഞതും 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഇന്നെങ്കിലും ഈ വീട്ടിൽ എന്റെ കാര്യം ഒന്ന് നോക്ക്. വാണോളെ, നമുക്ക് പോകാം. അച്ഛൻ നിങ്ങളെ പള്ളിയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തിരക്കാനും വിളിക്കാനുമാണ് ഞങ്ങൾ വന്നത്. ആട്ടെ, മോളെന്തേ? കൊച്ചുമോള് നിന്റെ അവളും വരുന്നില്ലേ? ഓ അവള് രാവിലെ പള്ളിയിൽ പോയി. എന്നാ ഞങ്ങളും പോവുക. ഓ ഇതിൽ വായിക്കാനൊന്നുമില്ല. ആ ടി വി നേരം നോട്ട് ചെയ്തെങ്കിൽ വല്ല സിനിമയും കാണായിരുന്നു. അമ്മച്ചി ആഹാരം കഴിക്കും. എടി ആ ടി വി നോട്ട് ചെയ്തേ. ഞാൻ കണ്ടോണ്ടത് ഫുഡ് കഴിക്കട്ടെ. ഹലോ, ആരാ? ഹലോ, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ മകളാണോ അന്ന? നിങ്ങൾ അത്യാവശ്യമായിട്ടുള്ളവരെ വരണം. അയ്യോ അവള് രാവിലെ പള്ളിയിൽ പോകാമല്ലോ. പിന്നെന്താ പറ്റി? ഞാനിപ്പോ വരണേ. നീ എങ്ങോട്ടാടി? ആരാടി വിളിച്ചേ? ഒന്നുമില്ല അമ്മച്ചി, ഞാൻ ഇപ്പൊ വരാം. ആ മോളോ, എന്നെ കണ്ടിട്ട് എത്ര നാളായി? ഇനി എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. ചേച്ചി എന്തി അമ്മേ? അവരാരുടെ ഫോൺ വന്ന് നമ്മൾ പോണാണോ? ആ അമ്മ എന്തോ കഴിക്കുന്നേ? ഇടിയപ്പം കൊണ്ടക്കറിയാണോ? ചേച്ചി ഉണ്ടാക്കിയതല്ലേ, നല്ല സൂപ്പർ ആയിരിക്കും. വാ മോളെ, നമുക്ക് കഴിക്കാം. അമ്മ ഇന്നും പള്ളിയിൽ പോയില്ലേ? ഓ എനിക്കൊന്നും വയ്യ. എന്റെ കാലെല്ലാം വേറെ. 10 വയസ്സായില്ലേ? അമ്മയോട് പറയാനൊന്നും എനിക്ക് വയ്യ. ചേച്ചി വന്നപ്പോ മുതൽ അമ്മയ്ക്ക് റെസ്റ്റ് അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ദിവസവും 1/2 മണിക്കൂർ വെച്ച് നടക്കണമെന്ന്? ഓ എനിക്കൊന്നും വയ്യ. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. എനിക്കൊന്നും വയ്യ അങ്ങനെ നടക്കാനൊന്നും. നീ ഇതിന്റെ കാര്യം നോക്കുന്നേ. മോളെ, കുഞ്ഞുങ്ങളെല്ലാം നീ കൊണ്ടുവരാനേ? അവരെ കണ്ടിട്ട് എത്ര നാളായി? പള്ളിയിൽ
സ്കൂളിൽ ഇരിക്കുന്നു. അമ്മയെ ചേച്ചി ചോറൊക്കെ വെച്ചിട്ടാണോ പോയത്? ആർക്കറിയാം, ഞാൻ അടുക്കള കയറി നാളുകളായി. ദോഷമാ അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. എന്ത് ദോഷം? ഞാൻ എന്തോ ചെയ്തു? അമ്മയുടെ മോന്റെ കാര്യമല്ലേ, ചെറിയ ജോലികളൊക്കെ ചെയ്ത് അമ്മ ചേച്ചിയെ സഹായിക്കണം. എന്നെ കാണുന്നത് പോലെ അമ്മ ചേച്ചിയെയും കാണണം. മുന്നിൽ നിന്ന് കഴിക്കു വച്ചേ. ഓ, പള്ളിയിലൊക്കെ കഴിഞ്ഞോ? ദേവനായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇതുവഴി വന്നത്. ഇന്ന് കൊച്ചച്ഛനായിരുന്നു. അല്ല, അന്നെ കൊച്ചു പള്ളിയിൽ പോയെന്നല്ലേ രാവിലെ പറഞ്ഞത്? പള്ളിയിലേക്കും ആ കൊച്ചു വന്നിട്ടില്ല. 3 ആഴ്ചയായി സൺഡേ സ്കൂളിൽ കണ്ടിട്ടെന്ന് ജോണി സാർ പറഞ്ഞു. അല്ല, പള്ളിയിൽ പോയ കൊച്ചിന് എന്ത് പറ്റി ചേച്ചി? ഓ, അവള് പള്ളിയിലൊക്കെ പോയതല്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പള്ളിയിലെന്ന് പറഞ്ഞു പോയത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അവരെനിക്ക് ജ്യൂസ് എന്ന ഡ്രഗ്സ് കലർത്തി തന്നു. ഞാൻ അറിയാതെ കുടിച്ചു. ഞാൻ അപ്പൊ തന്നെ മയങ്ങി വീണു. അവരെന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയി കളഞ്ഞു. ഞാൻ അമ്മയുടെ നമ്പർ നേഴ്സിന് കൊടുത്തു. നേഴ്സ് കുറച്ചു കൊണ്ട് അമ്മയെ വിളിച്ച്. എടി മോളെ, കൂട്ടുകാരൊക്കെ നല്ലതാ. പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അതെങ്ങനെയാ? വളർത്തുന്നത് ഇവളല്ലയോ? മോളെ നോക്കാൻ വല്ല ഇവർക്ക് സമയമുണ്ടോ? നിർത്തുന്നതിന്റെ വർത്തമാനം. അവൾ ജോലിക്ക് പോകണം, സമ്പാദിക്കണം, വീട്ടിലെ പണി ചെയ്യണം. മരുമോൾ വന്നപ്പോ മുതൽ അവക്ക് റെസ്റ്റ്. നിനക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നു? പിന്നെ കൊച്ചികൾ പോകുന്ന പറയാൻ എനിക്ക് പോകാൻ പറ്റുമോ? നീയാണ് കുറ്റക്കാരി. പ്രായമായ സ്ത്രീകൾ വീടിന്റെ വിളക്കാണ്. നീയല്ലേ കുഞ്ഞിനെ തലത്തൊട്ടത്? അതെന്റെ അവകാശമല്ലേ? അപ്പൊ നിനക്ക് അവകാശമൊക്കെ അറിയാമല്ലേ? അപ്പൊ മാമോദിസമൊക്കെ അച്ഛൻ തലത്തൊട്ടമ്മയ്ക്കൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ? ഈ കുഞ്ഞിനെ ആത്മീയമായിട്ട് വളർത്തേണ്ട ചുമതല നിന്നെ അല്ലായിരുന്നു ഏൽപ്പിച്ചത്? ഓ, അതൊക്കെ ഞാൻ ഓർത്തിരിക്കുവാണോ? അച്ഛന്മാരെന്നെ വളർന്നു പറയും. പിള്ളേരെ വളർന്ന് അപ്പൻ്റെ അവരുടെ ചുമതലയാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കും. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. അമ്മച്ചി, നമുക്ക് ഈ കുടുംബത്തിൽ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ കുഞ്ഞ് ഒരു വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇതിന് ഉത്തരവാദിത്തം നമ്മൾ രണ്ടുപേരുമാണ്. ശരി മോളെ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇന്നു മുതൽ നമ്മുടെ ഈ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയും പള്ളിയിലെ ആരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഇനി പങ്കെടുക്കും. ഇവിടെ വന്ന മാറ്റം കണ്ടിട്ട് വളരെ സന്തോഷമായി. ഇല്ല മക്കളെ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞും ജനിക്കുമ്പോൾ തെറ്റുകാരോ കുറ്റക്കാരോ ആയി ജനിക്കുന്നില്ല. അവർ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത്. അതിന് ഉത്തരവാദികൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളുമാണ്. ആദ്യം ഭവനങ്ങളിൽ മാറ്റമുണ്ടാകണം. വരും തലമുറകൾ നശിക്കാതിരിക്കുവാൻ നമ്മൾക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം.